ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ഫുൾ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്നൊന്ന് പുറത്ത് പോകേണ്ടതെന്ന് എനിക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഇന്നത്തെ ഫുൾ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ സമയം ഒരു 4 മണി ടൈമിലാണ് എണീറ്റ് കേട്ടോ. കിച്ചുവിന് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് കിച്ചു കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് റെഡിയായി വന്നപ്പോൾ നമ്മളിവിടെ ദോശ കറി ചായയൊക്കെ റെഡിയാക്കി വെച്ചു. കിച്ചുവിന് കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ കിച്ചു ചായ കുടിക്കുന്നതിൻ്റെ കൂടി ഇരുന്നിട്ട് ഞാനിതുപോലെ ചെറുതായിട്ട് ചായയും ബിസ്ക്കറ്റാണ് എന്തെങ്കിലും കഴിക്കും. പിന്നെ കുറച്ച് ടൈം എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നിട്ട് മക്കൾ എണീറ്റ് വരുന്ന ടൈമിലാവുമ്പോഴത്തേന് അവർക്ക് ചിലപ്പം കിച്ചുവിന് രാവിലെ ഉണ്ടാക്കിയ ചായയും കടി ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരത് വേണ്ടാന്ന് പറയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും അകടം പകടം അവരും കഴിക്കൂട്ടാ. മധുരണ്ടോ സ്ട്രോബെറി ഉണ്ടോ? ആറ്റടിയും ബാബുലിൻ്റെയും പുതിയ ഓ എന്റെ ഐഡിയ ആണ് ഇതൊക്കെ. ഗുഡ്. ഉണ്ട് ഉള്ള ഐഡിയ. അങ്ങനെ ഒരു 11:30 ടൈം ആയപ്പോൾ കിച്ചു ഓഫീസിൽ നിന്ന് വന്നു. ഞങ്ങളിപ്പോൾ അത് മെഡിക്കലിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കുഞ്ഞാലാക്കി ഉണ്ട് നമ്മളുടെ കൂടെ. നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ് കേട്ടോ. അന്ന് കുഞ്ഞാലാക്കയുടെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എത്ര കുട്ടികളാണ് കുഞ്ഞാലാക്കൊക്കെ? അങ്ങനെ ഞങ്ങൾ നാട്ടിൽ ഇവിടത്തേക്ക് ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഫിനൂട്ടൻ വിളിച്ചത്. അപ്പോൾ തമ്പിലേറ്റ് കണ്ട പോലെ ഫിനൂട്ടൻ വന്നതല്ല കേട്ടോ. ഓൻ വരും ഇൻഷാ അല്ലാഹ്. അവൻ്റെ എക്സാം 26-ാം തീയതി കഴിയും. അത് കഴിഞ്ഞിട്ട് ഓൻ വരും. കുറേ പേര് കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിനുവിനെ മിസ് ചെയ്യണില്ലേ, എന്തോനോ കൊണ്ടാതെ പോയി എന്നൊക്കെ. മിസ് ചെയ്യാണ്ടിരിക്കില്ലല്ലോ നമ്മളെ മക്കളല്ലേ. പിന്നെ അതുപോലെ ഓൻ വരും. എക്സാം ആയതുകൊണ്ട് അവിടെ നിന്നതാണ്. എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. അപ്പോൾ ഓനക്ക് ഇവിടെ വന്നിട്ടിടാനുള്ള കുറേ ഡ്രസ്സുകൾ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ ഇട്ടിട്ട് വാട്സപ്പിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് അയച്ചതാണ് കേട്ടോ. അതൊക്കെ കൂടെ ആച്ചുവിനും കുറേ ഡ്രസ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് ആച്ചു അതൊക്കെ ഇട്ട് അയച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറയലൊക്കെ കഴിഞ്ഞ് കുറേ ടൈം മോൻ്റെ സ്കൂളിലെ വിശേഷങ്ങളും മോൻ്റെ നാട്ടിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ടൈം പോയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കുറേ ടൈം അതിൻ്റെ ഉള്ളിൽ പോസ്റ്റ് ആയിട്ട് ഇരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ രക്ഷാനിട്ട് ഞാൻ പുറത്തിറങ്ങിയത്. പാനിപൂരിയിലെ പാനി എവിടെയാണെന്നാണ് ലിനുവിൻ്റെ സംശയം കേട്ടോ. അപ്പോൾ സംശയമൊക്കെ തീർത്തെടുത്തതിൻ്റെ ശേഷം ഞങ്ങളത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള പാനിപൂരി ആയിരുന്നു കേട്ടോ. ഇവിടെ ബബുല് കണ്ടില്ല, നല്ല വാശിയിലാണ്. ഞങ്ങൾ 4 മക്കളിൽ ഏറ്റവും കൂടുതൽ വാശി കാണിക്കുന്ന ഒരു സാധനം ഇതാണ് കേട്ടോ. ഇപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കബാബ് കോർണറിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കബാബ് ഉണ്ട്. അപ്പോൾ അതന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയിലാണ്. അതെനിക്ക് കഴിക്കാൻ പറ്റൂല കുട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു മാറ്റമില്ല. അത് കിട്ടിയല്ലാണ്ട് അടങ്ങൂല എന്നുള്ളതിലാണ്. അങ്ങനെ കിച്ചോളും കൂടി പോയിട്ട് അതിന് ഓർഡർ കൊടുത്തതിന് ശേഷമാണ് അവൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചത്. സംഭവം ഓളായിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും സാധനം കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനമായിരുന്നു. നല്ല സ്പൈസി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധനം. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ബാക്കി റോളും കാര്യങ്ങളൊക്കെ വണ്ടിയിലിരുന്ന് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നാട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ രാത്രിയായി. അങ്ങനെ റൂമിലെത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. കിച്ചുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഇവിടെ. അപ്പോൾ അവൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒന്ന് കയറണം. അതുപോലെ വെറുതെ കുറച്ച് ടൈം അങ്ങനെ നടന്നിട്ട് റൂമിലേക്ക് തന്നെ തിരിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ മക്കളെയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഭയങ്കര തണുപ്പും നല്ല കാറ്റുമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഓ എന്തൊരു തണുപ്പാണ്. ഇങ്ങനെ നമുക്ക് മറ്റേ ഊട്ടിയിലൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉണ്ടാവില്ല ഒരു തരം വിറയിൽ, അതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയാം, കിച്ചു വേണച്ച തണുപ്പ് കൊണ്ടോളി, കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ചൂടാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാൻ നിൽക്കരുത്, കാരണം ഇവിടുത്തെ ചൂട് നിങ്ങൾക്ക് താങ്ങൂല മക്കളെ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറയുമോ ഞങ്ങളുടെ നാട്ടിലൂടെ അത്യാവശ്യം ചൂടൊക്കെ അങ്ങനെ ഇപ്പോൾ ചൂട് കണ്ടിട്ട് ഞങ്ങളെ പീഡിപ്പിക്കേണ്ടെന്നൊക്കെ ഞാനും പറയാം. ആ നാട്ടിൽ ഇവിടുത്തെ ചൂട് ഇത്തവണ എനിക്കറിയാം, അനുഭവിക്കുമ്പോൾ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ടൈം വാപ്പാടി മക്കളെയും കളിയൊക്കെ കണ്ട് കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ നടന്ന് ടൈം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഡേ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞ പോലെ നാട്ടിൽ ഇത്തവണ നോമ്പിന് നല്ല ചൂടായിരിക്കൂലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നോമ്പും എവിടെ ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും നോമ്പൊക്കെ എല്ലാവർക്കും നല്ല റാഹത്തായിട്ട് ഉഷാറായിട്ട് കഴിയട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മക്കളെ കൂടെയുള്ള കളിയും പിന്നത്തെ യാത്രയും കാര്യങ്ങളും ഒക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖത്തറിലെ നോമ്പ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ അസ്സലാമു.